ഹംഗ്രി മൃണാളുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ അവരുടെ പ്രതികരണങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പോൾ ഫുഡിനെ പറ്റി ആയിക്കോട്ടെ, അവിടുത്തെ ഹൈജീനെ പറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹംഗ്രി മൃണാളിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ പറ്റി പറയുമ്പോഴത്തേക്കും പുള്ളിയുടെ തിരിച്ചുള്ള പ്രതികരണം എല്ലാവരെയും പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഞാൻ മാത്രം എല്ലാത്തിനേക്കാൾ വലിയവൻ, ബാക്കി എല്ലാ ആൾക്കാരും എൻ്റെ കീഴാലന്മാർ എന്നുള്ള രീതിയിലാണ് പുള്ളി പ്രതികരിക്കുന്നത്. പുള്ളിയുടെ ഈ പ്രതികരണമാണ് പലപ്പോഴും ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. പുള്ളിക്ക് ഇപ്പോൾ വേണമെങ്കിൽ പറയാം, അവിടുത്തെ ഇപ്പോൾ ബിരിയാണി ആണോ നിങ്ങളുടെ പ്രശ്നം, ഹൈജീൻ ആണോ പ്രശ്നം, അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് ഇഷ്യൂ, അത് ശരിയാണെങ്കിൽ ഞാനത് തിരുത്താം എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് കച്ചവടം കൂടത്തേ ഉള്ളൂ. പക്ഷേ പുച്ഛത്തോട് പുച്ഛമാണ്. ആരും എന്നെ വന്ന് അല്ലെങ്കിൽ എൻ്റെ ഹോട്ടലിനെ ആരും വന്ന് വിമർശിക്കാൻ പാടില്ല, പക്ഷേ എനിക്ക് എല്ലായിടത്തും പോയിട്ട് വിമർശിക്കാം, ആരെയും വിമർശിക്കാം. ഇതാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും വലിയ പ്രോബ്ലം. എനിവേ, ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഹംഗ്രി മൃണാളുടെ സ്ഥാപനത്തിൽ ഭക്ഷണം കഴിച്ച ആൾക്ക് ആ ഭക്ഷണത്തിൽ നിന്ന്, ഇലയിൽ നിന്ന് പുഴു കിട്ടിയ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ മൃണാള് ഇതിന് പ്രതികരണമായിട്ട് എങ്ങനെ വരും നമുക്കറിയില്ല. മേ ബി പുള്ളി വന്ന് പറയാൻ വേണ്ടി പോകുന്നത് ആ പുഴുവിനും കാശ് വേണമെന്നായിരിക്കും. കാരണം എല്ലാത്തിനും കാശ് വാങ്ങുന്നൊരു സ്ഥലമാണല്ലോ മൃണാളിൻ്റെ ഹോട്ടൽ. ഇവിടെ ഞാൻ ഇനുമ്പൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആർക്കും തന്നെ മൃണാളിൻ്റെ ഈ സ്ഥാപനം പൂട്ടിപ്പോണമെന്ന് ആഗ്രഹമില്ല. കാരണം ഒരുപാട് പണം മുടക്കി പുള്ളി ചെയ്തൊരു സ്ഥാപനമാണ്. അതിൻ്റെ പുള്ളിയുടെ ഉദ്ദേശശുദ്ധി അതിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട. പുള്ളി ഇപ്പോൾ എല്ലാവരും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഹോട്ടലും ബിസിനസ്സും ഒക്കെ ചെയ്യുന്നത്. കാശുണ്ടാക്കട്ടെ, നല്ല കാര്യം തന്നെ. പക്ഷേ അതിൻ്റെ ഓവറോൾ പരിപാടീസ് ഒക്കെ നല്ലതാണ്. ഇങ്ങനെ വരുന്ന വിമർശനങ്ങൾ, ഇപ്പോൾ ഭക്ഷണത്തിന് പുഴു കിട്ടുക, അതിനെങ്ങനെയാണ് മൃണാളെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റുക? ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, മൃണാൾ തന്നെ പണം കൊടുപ്പിച്ച് ആൾക്കാരെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിക്കുന്നു, ഗൂഗിൾ റിവ്യൂ ചെയ്യിപ്പിക്കുന്നു. അതിൻ്റെ വിത്ത് എവിഡൻസ് ആണ് ഞാൻ പുറത്തു വിട്ടത്. അത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതിനെങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റും? ഇപ്പോൾ അവിടുത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സായി അവിടെ പോയി ആഹാരം കഴിച്ച സമയത്ത് ഞാനും പോകേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് വേറൊരു തിരക്കുള്ളതുകൊണ്ട് പോകാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ സായിനെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് സായി പറഞ്ഞതാ, ഹൈജീൻ വലിയ പ്രോബ്ലം ഇല്ല, നമ്മൾ ചെല്ലുന്ന മൊമെന്റിൽ ആ ഈച്ചയും പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിനകത്ത് കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. ഉച്ചയ്ക്ക് ചെന്നാൽ തന്നെയും തണുത്ത ഭക്ഷണം കിട്ടാറുണ്ട്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യും. ഭക്ഷണത്തിലുണ്ടാകുന്ന പ്രോബ്ലംസ് ആൾക്കാർ പറയുമ്പോഴത്തേക്കും അതൊന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. ഈ പുഴു കാണുക എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. മൃണാൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിനും ന്യായീകരണമായിട്ടായിരിക്കും വരിക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൃണാളിൻ്റെ അടുത്ത് ലൈവിലൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. മൃണാൾ ഇപ്പോൾ സ്ട്രോയ്ക്ക് അവിടെ എക്സ്ട്രാ 1 രൂപ കൊടുക്കണം, ജ്യൂസിൻ്റെ കൂടെ സ്ട്രോയ്ക്ക് 1 രൂപ എക്സ്ട്രാ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ വിത്തൗട്ട് ചായ കുടിച്ചാൽ, വിത്തൗട്ട് ജ്യൂസ് കുടിച്ചാൽ ആ ഷുഗറിൻ്റെ പൈസ കുറച്ച് കൊടുക്കുമോ എന്നുള്ളത്. മൃണാൾ അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാനൊന്ന് പ്ലേ ചെയ്യാം. സ്ട്രോയ്ക്ക് 1 രൂപ അധികം വാങ്ങുന്നത് പോലെ വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ വില കുറച്ച് കൊടുക്കണ്ടേ? വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ ഞങ്ങളുടെ പണി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വില കൂടുതലാണ് ടെക്നിക്കലി തരേണ്ടത്. സ്ട്രോ എന്ന് പറയുന്നത് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനമാണ്. ഷുഗർ എന്ന് പറയുന്നത് അഗെയിൻ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന സാധനം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ഇൻസ്ട്രക്ട് ചെയ്യണം. ആ ഇൻസ്ട്രക്ഷൻ ആ ബില്ലിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഒരാളുടെ ജോലി കൂടുകയാണ്, സമയം കൂടുകയാണ്. അതെന്താ മൃണാളെ അങ്ങനെ ഒരു വർത്താനം? അതായത് സ്ട്രോ വില കൊടുത്താ വാങ്ങുന്നത്. അപ്പോൾ ജ്യൂസിൻ്റെ കൂടെ സ്ട്രോ, നമ്മളിപ്പോൾ എവിടെയും പോയിട്ട് സ്ട്രോ നിർബന്ധമൊന്നുമല്ലല്ലോ. അപ്പോൾ ഓക്കെ, സ്ട്രോ വേണമെന്നുണ്ടെങ്കിൽ പൈസ 1 രൂപ അധികം കൊടുക്കണം, സ്ട്രോ വില കൊടുത്ത് വാങ്ങുന്നതുകൊണ്ട്. അതേ മൃണാൾ പറയുകയാണ് ഷുഗർ വെറുതെ കിട്ടുന്നല്ലോ, മൃണാൾ പോയിട്ട് കരിമ്പ് പിഴിഞ്ഞുണ്ടാക്കുന്നല്ലോ, പൈസ കൊടുത്താണല്ലോ പഞ്ചസാര വാങ്ങിക്കുന്നത്. ആ പഞ്ചസാരയ്ക്ക് ഇപ്പോൾ പഞ്ചസാര ചായക്കകത്ത് വേണ്ട, ജ്യൂസിനകത്ത് വേണ്ട, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വില കുറക്കുമെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മൃണാൾ പറയുന്നത് അതിന് എക്സ്ട്രാ ഇൻസ്ട്രക്ഷൻ ഞങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ, സ്ട്രോ വാങ്ങിക്കുമ്പോഴത്തേക്കും സ്ട്രോ വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ ഇൻസ്ട്രക്ഷൻ ആഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? പഞ്ചസാര ജ്യൂസിനകത്ത് അപ്പോൾ ബ്രാക്കറ്റിൽ എഴുതി വെക്കുമോ, ചായ വിത്ത് പഞ്ചസാര എന്ന് എഴുതി വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ മൃണാളിൻ്റെ മാത്രം ഒരു കണ്ടുപിടുത്തമാണ്. മൃണാൾ ഇതേപോലെ വന്ന് ന്യായീകരിക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മൃണാളിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, ബിരിയാണിയുടെ കച്ചമ്പർ അച്ചാർ, അത് ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് എക്സ്ട്രാ ഇനി കാശ് വാങ്ങിക്കണ്ടേ എന്നുള്ളത്. ഇപ്പം എല്ലാ സ്ഥാപനത്തിലും നമ്മൾ പോയിക്കുമ്പോൾ ബിരിയാണിയുടെ കൂടെ കച്ചമ്പറും അച്ചാറും ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. തൈര്, കച്ചമ്പറം ഉദ്ദേശിക്കുന്നത് തൈരാണ്, ആ സാലഡ്.
അപ്പോൾ ആ വീഡിയോ ഞാൻ ലാസ്റ്റ് പ്ലേ ചെയ്യാം. അപ്പം മൃണാൾ ഇതേപോലെ വന്ന് മെഴുകരുത്, ന്യായീകരിച്ച് മെഴുകുമ്പാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഷുഗർ ഇപ്പോൾ വിത്തൗട്ട് ഷുഗർ ആണെന്നുണ്ടെങ്കിൽ ആ ചായക്ക് 1 രൂപ കുറച്ചോ, ന്യായം. സ്ട്രോയ്ക്ക് 1 രൂപ വാങ്ങിച്ചോ, കുഴപ്പമില്ല. വിത്തൗട്ട് ഷുഗർ ആണെങ്കിൽ 1 രൂപ കുറക്കുന്നേ, അതല്ല എൻ്റെ രീതി. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പൈസ വാങ്ങിക്കുന്ന കാര്യത്തിനകത്ത് കാണിക്കുന്ന ആക്രാന്തം, ഇത് മൃണാൾ പറഞ്ഞ വാക്കാണ്. ആദ്യം തന്നെ പൈസ വാങ്ങിക്കുന്ന സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അതിന് ആക്രാന്തം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സെയിം വേർഡ് ഞാൻ യൂസ് ചെയ്യാം. ഈ ആക്രാന്തം വാങ്ങിക്കാൻ മാത്രമല്ല, കുറക്കാനും കൂടെ കുറച്ച് കാണിക്കും. സ്ട്രോയ്ക്ക് 1 രൂപ എക്സ്ട്രാ വാങ്ങിച്ചോ, കുഴപ്പമില്ല. വിത്തൗട്ട് ചായ വിത്തൗട്ട് ഷുഗർ പറയുമ്പോഴത്തേക്കും ഒരു ചായക്ക് 1 രൂപ കുറച്ചോ, ജ്യൂസിനാണെങ്കിൽ 2 രൂപ കുറക്ക്. ആ മര്യാദ കൂടെ കാണിക്കും മൃണാളെ. ഇനി മൃണാൾ ഈ ഓരോ ആൾക്കാർ പ്രതികരിക്കുമ്പോൾ അവരെ കളിയാക്കിക്കൊണ്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. നമസ്കാരം. ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ബിരിയാണി പോരാ, പണ്ടത്തെ എത്ര പോലെ. എന്താ പ്രശ്നം? അതെനിക്കറിയില്ല. പണ്ടത്തെ ബിരിയാണി അതൊക്കെ ഒരു കാലം. നമ്മൾ തുടങ്ങിയിട്ട് അത്രയല്ലേ ആയുള്ളൂ. അപ്പൊ പണ്ടത്തെ അല്ല, എനിക്കറിയില്ല. ബിരിയാണി പൊതുവെ പോരാന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. പരിപ്പുടയും പോരാ, പണ്ടത്തെ പരിപ്പുടിയായിരുന്നു പരിപ്പുട. ഈ ബിരിയാണി നമ്മൾ ഒരു ഓതന്റിക് റെസിപ്പി എടുത്ത് റെസിപ്പി കാർഡ് ഉണ്ടാക്കി പല ട്രയൽ നടത്തി അങ്ങനെ ഒരു അത് എങ്ങനെ മാറ്റണ്ടേ അതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. 11 ലൈക്സ് ആണ് കിട്ടിയത്. അതിൽ 1 ലൈക്ക് എൻ്റെയാണ്. മോനെ, ഇത് 10,000 പേര് കഴിക്കുന്ന ബിരിയാണി അല്ലേ? ഇന്നും ഒരുപാട് പേര് കഴിച്ചില്ലേ? അപ്പൊ 11 പേർക്ക് വേണ്ടി 10,000 പേര് ഇഷ്ടപ്പെടുന്ന ബിരിയാണി മാറ്റാൻ പറ്റുമോ? എനിക്കറിയില്ല. പണ്ടത്തെ ബിരിയാണി ആക്കാൻ പറ്റും. എന്താ മാറ്റണ്ടേ? എനിക്കറിയില്ല. ഞാൻ നോക്കാം. ബ്രോ, ഒരു ക്വസ്റ്റ്യൻ. പെപ്സിയും പോരാ. അതെ, പെപ്സിക്കൊന്നും പഴയ ടേസ്റ്റ് ഇല്ല. പണ്ടത്തെ പെപ്സി ആയിരുന്നു പെപ്സി. മോനെ, നീ ഒരു കാര്യം ചെയ്യും, നീ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് എത്ര ലൈക്ക് കിട്ടും നോക്കാം. ആ ലൈക്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ഞാൻ അവരോട് പറയാം അതിന്റെ ടേസ്റ്റ്. കണ്ടല്ലോ, അതായത് ആരാണോ കംപ്ലൈൻറ്റ് പറയുന്നത് ആ കംപ്ലൈൻറ്റ് പറയുന്ന ആളെ കളിയാക്കിക്കൊണ്ടാണ് മൃണാൾ പുതിയ വീഡിയോസ് കൊണ്ടുവരുന്നത്. ഇവിടെ ബിരിയാണിയുടെ കാര്യം പറയുമ്പോൾ ബിരിയാണി തണുത്തതാണ്, അല്ലെങ്കിൽ ബിരിയാണിക്ക് പഴയ പോലെ ടേസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഈ ബിരിയാണി ആദ്യമായിട്ടല്ലല്ലോ മനുഷ്യന്മാർ കഴിക്കുക. ഇപ്പം മൃണാളുടെ സ്ഥാപനത്തിൽ നിന്നല്ല ഒരാൾ ആദ്യമായിട്ട് ബിരിയാണി കഴിക്കുക. എല്ലാ സ്ഥാപനത്തിലെയും ബിരിയാണി ഒരേപോലെ ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അവിടുത്തെ ബിരിയാണി തണുത്തതാണ്, അല്ലെങ്കിൽ അതിന് ആ വാങ്ങിക്കുന്ന പൈസയുടെ അത്രയും ടേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞൂടെ? അല്ലാണ്ട് മൃണാളിൻ്റെ സ്ഥാപനത്തിൽ ഇപ്പോൾ വന്ന ബിരിയാണി വെച്ചിട്ടാണോ മറ്റ് ബിരിയാണികളെ താരതമ്യം ചെയ്യേണ്ടത്? നമുക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ. ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, മൃണാളിൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ആദ്യമായിട്ട് ബിരിയാണി കഴിക്കുക. അപ്പോൾ ഞാൻ എന്താ ചിന്തിക്കുക, ഇത് ഞാൻ കഴിച്ചിട്ടുള്ള ബിരിയാണിയുടെ അത്രയും ടേസ്റ്റ് ഇല്ല, സ്വാഭാവികം ഞാനത് പറയും. ഇപ്പോൾ മൃണാളിൻ്റെ സ്ഥാപനത്തിലെ ബിരിയാണി മൃണാൾ ചിന്തിക്കുന്നത് എന്താണ്? അത് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയുള്ളൂ, നിങ്ങൾ ഞങ്ങളുടെ വെച്ച് മാത്രം താരതമ്യം ചെയ്താൽ മതി. അപ്പുറത്ത് ചിലപ്പോൾ നല്ല ബിരിയാണി ആയിരിക്കും, ചൂടുള്ള ബിരിയാണി ആയിരിക്കും, ഇതിലൂടെ ടേസ്റ്റ് ഉണ്ടാവും, അത് വെച്ചിട്ട് ഞങ്ങളുടെ താരതമ്യം ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മൃണാളെ? അങ്ങനെയാണെങ്കിൽ മൃണാളെ പണ്ട് പോയിട്ട് ഓരോ റെസ്റ്റോറൻറ്റിലും ഓരോ ഹോട്ടൽസിലും ഒക്കെ പോയിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അത് കൊള്ളില്ല, മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് എന്തിനാ അവിടെ വെച്ച് മാത്രം നോക്കിയാൽ പോരാ? അവരുടെ ബിരിയാണി അല്ലെങ്കിൽ അവരുടെ ആ ഫുഡ് ഇവിടുത്തെ ഓക്കെ, ഇവിടുത്തെ വെച്ച് ഓക്കെ, എനിക്ക് അങ്ങനെയാണെങ്കിൽ കുറ്റം പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നാൽ പോരെ? മൃണാൾ എന്തൊക്കെ കുറ്റം പറഞ്ഞേക്കണേ, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥാപനം പൂട്ടിപ്പോകുന്ന രീതിയിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മൃണാൾ തന്നെ ഇങ്ങനെ 2 വെള്ളത്തിൽ കാലിയാവട്ടി ഈ ഓന്നും നിറം മാറുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിറം മാറുന്ന പരിപാടി അത് നിർത്തണം. പണ്ട് ഷവർമയെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും മൃണാൾ തനിക്കുണം കാണിച്ചതാണ്. ഈ ഓന്ന് നിറം മാറുന്ന പോലെ ഷവർമയെ പറ്റി പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പ്ലേറ്റ് മാറ്റി 50 രൂപ ഷവർമ സൂപ്പറാണെന്ന് പറയുന്നു. TV ചർച്ചക്കകത്ത് വന്നിരുന്നിട്ട് 50 രൂപ ഷവർമ കൊള്ളത്തില്ല എന്ന് പറയും. ഈ ഓന്ത് നിറം മാറുന്ന പോലെ ഈ 2 വള്ളത്തിൽ കാലിയാവുട്ടുന്നത് പോലെ ഈ 2 സ്വഭാവം കാണിക്കാതിരിക്കുക, ഒറ്റ ക്യാരക്ടർ നിൽക്കുക, എന്നാലേ ഈ ഹോട്ടലുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ മനോരമ ന്യൂസിനകത്ത് മൃണാളിന്റെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത വരികയുണ്ടായി. ഞാനൊന്ന് വെക്കാം. ചെന്നാൽ എന്താണ് ഇഡ്ലിയുടെ കൂടെ ചമ്മന്തി ഉണ്ടാവും, ചമ്മന്തി ചട്നി ഉറപ്പല്ലേ, ദോശയുടെ കൂടെ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പ്രത്യേക ഒരു കാര്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ തേങ്ങാ ചമ്മന്തിക്ക് പ്രത്യേകം വില, ചമ്മന്തിക്ക് ബില്ല് രേഖപ്പെടുത്തിയിരിക്കുന്നത് 8 രൂപയാണ്. ഇപ്പോൾ നോക്കൂ, അതിൽ സ്നാക്സ് ചട്നി എന്ന് കൊടുത്തിരിക്കുന്നത് 8 രൂപ. അതിനുപോലെ ഗോലിബാജ എന്നുള്ളതിന് 12 രൂപ. അത് 2 എണ്ണമാണ് വാങ്ങിയിരിക്കുന്നത്, 6 രൂപ ഇതാണ്. അതിന്റെ കൂടെയുള്ള സ്നാക്സ് ചട്നി പ്രത്യേകം രേഖപ്പെടുത്തി 8 രൂപ ബില്ലിൽ ഈടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഹോട്ടലിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പണ്ടത്തെ പോലെ ഒരു കോംബോ ആയിട്ടല്ല ദോശ വട ഇതൊന്നും കിട്ടുക, അതിന്റെ കൂടെ ചട്നിക്ക് സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും. വളരെ തിരക്കേറിയ ഹോട്ടലിലാണ് ഇത്. അപ്പോൾ കൊച്ചിയിലൂടെ യാത്ര ചെയ്ത് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇത് ഏറെക്കുറെ ചിലപ്പോൾ പരിചിതമായിരിക്കാം. പക്ഷെ അല്ലാത്തവർ എന്ത് ചെയ്യും? സാധാരണ ഇന്നത്തെ മൃണാളിൻ്റെ ഒരു ലോജിക് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ വിത്തൗട്ട് ഷുഗർ ആണെന്നുണ്ടെങ്കിൽ പൈസ കുറക്കില്ല. ഇപ്പം ചട്നി മൃണാൾ പറയുന്നത്
പുറത്തുള്ള ആൾക്കാർ പുറത്തുള്ള സ്ഥാപനത്തിൽ അതിനും കൂടെ ചട്നിയുടെ പൈസ കൂടെ ആഡ് ചെയ്തിട്ടാണ് ദോശയ്ക്കും നമ്മുടെ വടയ്ക്കുമൊക്കെ പൈസ വാങ്ങിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ ഒരു ബജ്ജിക്കടയിൽ പോവാം, 20 രൂപ കൊടുത്ത് 2 മുട്ട ബജ്ജി കിട്ടുമെന്ന് വിചാരിച്ചോ, അതിനോട്ട് നമുക്ക് ചട്നിയും കിട്ടും അല്ലേ? മൃഗമുള്ള സ്ഥാപനത്തിൽ പോലെ എങ്ങനെയാണ് 2 മുട്ട ബജ്ജിക്ക് 20 രൂപ കൊടുക്കണം, ചട്നിക്ക് 8 രൂപ കൊടുക്കണം, 28 രൂപ. അപ്പോൾ അത് പുറത്തെ കാശാണോ? അല്ല. ഈ ചട്നിക്കൊക്കെ ഒരു 5 രൂപ വെക്കും മൃണാളെ, അതൊരു മാന്യത. ഈ 8 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സാധാരണക്കാരുടെ റെസ്റ്റോറൻ്റ് ആണ്, എനിക്ക് പൈസ അല്ല, ആൾക്കാരുടെ വയർ നിറയുന്നതാണ് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് മറ്റേ നമ്മുടെ പൈസ എടുത്ത് ഉപ്പുപ്പ പറയുന്ന ഡയലോഗൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ പറ്റൂലല്ലോ. അപ്പം മൃണാളിൻ്റെ ഓവറോൾ പരിപാടി, മൃണാൾ ഇത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അത് അങ്ങനെ തന്നെ പോട്ടെ. ഹോട്ടൽ നടത്തുന്നത് സാമ്പത്തിക ലാഭത്തിന് തന്നെയാണ്. ഇനി സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇടക്കിടക്ക് ഈ പുട്ടിന് പീര പോലെ ഉടായിപ്പിറക്കിയിട്ട് അവിടെ മോശം ഫുഡ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടും ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് ന്യായീകരിക്കരുത്. ആ ന്യായീകരണമാണ്, മൃണാളിൻ്റെ പുച്ഛമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. ഇനി ബിരിയാണിയുടെ കച്ചമ്പറും അച്ചാറും, അതിന് എന്തായാലും വൈകാതെ തന്നെ ആ സ്ഥാപനത്തിൽ പൈസ ഈടാക്കും. അതിന്റെ വീഡിയോ മൃണാൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് ഒരേ കാര്യം പറയുമ്പോൾ നമ്മളത് ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് എടുക്കണമല്ലോ. അവർ പറയുന്നത് ഹംഗ്രി മൃണാളിൽ വന്നിട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ സ്ട്രോ നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല, സ്നാക്ക് കഴിക്കുമ്പോൾ കെച്ചപ്പോ ചട്നിയോ ഒന്നും നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി, വേണ്ടതിൻ്റെ വില തന്നാൽ മതി. പല സ്ഥലത്തും ഇത് ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിലും അത് ഫ്രീ അല്ല എന്നും ഒറിജിനൽ സാധനത്തിൻ്റെ കൂടി ഇതിൻ്റെയും കൂടെ വില ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കാശിൻ്റെ മാത്രം പ്രശ്നമല്ല, കാശ് കുറച്ച് കിട്ടും, അത് ശരിയാണ്. കാശിൻ്റെ മാത്രം പ്രശ്നമില്ല, ഇതൊന്നും വേസ്റ്റായി കളയേണ്ടല്ലോ. എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ എന്തിനാണത് മേടിക്കുന്നത്? പക്ഷെ നിങ്ങൾ ബിരിയാണിയുടെ കാര്യത്തിൽ എന്താ അങ്ങനെ ചെയ്യാത്തത്? ബിരിയാണി മേടിക്കുമ്പോൾ റൈത്തി പിക്കിളോ അതിൻ്റെ കൂടെ വരികയല്ലേ? എനിക്ക് ചിലപ്പോൾ ആ പിക്കിൾ ബിരിയാണിയുടെ കൂടെ വേണ്ടെങ്കിലോ, എനിക്ക് പിക്കിളേ വേണ്ടെങ്കിലോ, അല്ലെങ്കിൽ എനിക്ക് വേറൊരു പിക്കിളോ വേണ്ടതെങ്കിലോ, ഈ പിക്കിൾ വേസ്റ്റ് ആവില്ലേ? എനിക്ക് റൈത്ത വേണ്ടെങ്കിലോ, റൈത്തൊക്കെ വേറെ ചിക്കൻ കറിയും കൂട്ടി ബിരിയാണി കഴിക്കാനാണെങ്കിൽ ഇഷ്ടമെങ്കിലോ, ആ റൈത്ത വെറുതെ ആവുകയാണ്. എനിക്കിതൊന്നും വേണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ആ വിലയും കൂടെ ബിരിയാണി കുറച്ച് തന്നുകൂടെ? ഞങ്ങൾക്ക് അറിയാൻ നന്നായിട്ട് ഇത് ഫ്രീ അല്ല, ഇതിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെ ഈ സാധനത്തിൻ്റെ വില കൂട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യത്തിലും ചെയ്യുന്ന പോലെ ഇതിലും ചെയ്തൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ആ അഭിപ്രായം പറഞ്ഞല്ല, മൃണാൾ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്വാഭാവികമായിട്ട് അതിനും കൂടെ പൈസ വാങ്ങിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ മൃണാളിൻ്റെ ഒരു ഓവറോൾ മൃണാളിൻ്റെ ആയിട്ടുള്ള കുറച്ച് കണ്ടുപിടുത്തങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടെ അങ്ങ് ഒത്തു പോകുന്നില്ല. മൃണാൾ ഇപ്പോൾ പറയുകയാണ്, ഓക്കെ ബിരിയാണിക്ക് കച്ചമ്പറിനും അച്ചാറിനും എക്സ്ട്രാ പണം വാങ്ങിക്കാനായിട്ട് പോകുന്നു, വാങ്ങിച്ചോ. അങ്ങനെയാണെങ്കിൽ ആ ചായ ജ്യൂസ് കൊടുക്കുമ്പോൾ ആ ഷുഗറിൻ്റെ പൈസ വന്ന് മൃണാൾ കുറക്ക്. അത് കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ, എല്ലാം ഒരേ മാലയിലെ മുത്തുപോലെ ഇരിക്കും. അങ്ങനെയും കൂടെ ചെയ്യണം. പിന്നെ ഭക്ഷണത്തിനകത്ത് പുഴു, ഈ പുഴുവിന് നാളെ മൃണാൾ പറയാൻ വേണ്ടി പോകുന്നത് അത് പ്രത്യേക രീതിയിലുള്ള കഴിക്കാൻ പറ്റുന്ന പുഴുവാണ്, അതിൻ്റെ ടേസ്റ്റ് കൂടുതലാണെന്നായിരിക്കും വേണേൽ മൃണാൾ പറയാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ ഒരാളുടെ പാത്രത്തിൽ നിന്നല്ലേ പുഴുവിനെ കണ്ടെത്തിയുള്ളൂ, ബാക്കി ആർക്കും ആ പുഴുവിനെ കിട്ടിയില്ലല്ലോ, അവർ കൊണ്ടിട്ട പുഴുവാണെന്ന് വേണമെങ്കിൽ മൃണാൾ പറയുമായിരിക്കും, അല്ലെങ്കിൽ അവരെ പുച്ഛിച്ച് തള്ളുമായിരിക്കും. ഇത് മൃണാളിൻ്റെ ഹോട്ടലിലെ വീഡിയോ അല്ലെന്ന് വേണമെങ്കിലും പറയുമായിരിക്കും, അതിൻ്റെ എവിഡൻസ് ഉണ്ട്. അപ്പം മൃണാൾ ഒരു കാര്യം ചെയ്യുക, മൃണാൾ ഈ ഹോട്ടലിൽ നിയമങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ മൃണാളിന് ഓരോ രീതികളുണ്ടല്ലോ, ആ രീതി എല്ലാ കാര്യത്തിലും ഒരേപോലെ ആക്കാൻ നോക്ക്. അല്ലാണ്ട് മൃണാളിന് ഗുണമുള്ള സാമ്പത്തികം കിട്ടുന്ന കാര്യത്തിനകത്ത് ഒരു നിയമം, മറ്റേ ഈ കസ്റ്റമേഴ്സിൻ്റെ പൈസ പോകുന്ന കാര്യത്തിന് വേറൊരു നിയമം, ആ ഉടായിപ്പ് അവിടെ നിർത്തിയിട്ട് പിന്നെ ആൾക്കാർ കുറ്റം പറയും, കുറ്റമല്ല, ആൾക്കാർ നെഗറ്റീവ് മോശം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എടുത്ത് അത് തിരുത്താനായിട്ട് കൂടെ ഒന്ന് ശ്രമിക്കുക. ആ മനസ്സുകൂടെ ഒന്ന് മൃണാൾ കാണിച്ചു കഴിഞ്ഞാൽ അത് മൃണാളിനെ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. ഓക്കെ.